ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ക്യാരറ്റും ഈത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കേക്ക് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒക്കെ ഒന്ന് കാരമൽ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പരന്നൊരു പാത്രത്തിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇളക്കാതെ അങ്ങനെ തന്നെ വെച്ചേക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു പഞ്ചസാര നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ മാത്രം ഇത് ഇളക്കാനായിട്ട് പാടുള്ളൂ. നേരത്തെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് ഇങ്ങനെ ഉരുകിയിട്ടൊന്നും കിട്ടില്ല. ഈ ഒരു പഞ്ചസാര നമ്മൾ കാരമൽ ചെയ്തിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെ പോണ ഒരു സംഭവമാണ്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ഇത് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അടുപ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു കാരമൽ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാൻ. ഇപ്പോൾ പഞ്ചസാര ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡാർക്ക് ആക്കിയിട്ട് കൂടെ എടുക്കാം. ഇതിപ്പോൾ അതേ നല്ലോണം തന്നെ ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈമിലൊന്നും ആവാതെ വിധത്തിൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇത് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടെ തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഒരുപാടൊന്നും ഇങ്ങനെ വറ്റിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ മിക്സിയിൽ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 3 ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇപ്പോൾ അതേ പഞ്ചസാരയൊക്കെ ഞാനിവിടെ നല്ലോണം തന്നെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ എടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അരിച്ചിട്ടൊന്നും എടുക്കണില്ല. നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഇവിടെ നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ 3/4 കപ്പോളം ഈത്തപ്പഴം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ ഒരു 1/4 കപ്പോളം കാഷ്നട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മൈദ ഒക്കെ ഇട്ടിട്ട് എന്തിനാണ് മിക്സ് ചെയ്തിട്ട് എടുക്കണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏറ്റ അടിയിൽ ഇങ്ങനെ പോയി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിന് എടുക്കുന്ന സാധനങ്ങളൊന്നും തണുപ്പുണ്ടാവാനായിട്ട് പാടില്ല. റൂം ടെമ്പറേച്ചറിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വേണം കേട്ടോ ഇതിനായിട്ട് നമ്മൾ എടുക്കാനായിട്ട്. എന്നാലാണ് കേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. പൈനാപ്പിൾ എസൻസ് നിർബന്ധമല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ കേക്കിന് വരില്ല കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരപ്പൊടി ഉണ്ടല്ലോ അതിൽ നിന്ന് കുറേശ്ശെ ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ഇത് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഈ ഒരു മുട്ട നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പതഞ്ഞിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇത് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ. എന്നാലാണ് കേക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ മുട്ടൊക്കെ നല്ലോണം തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതിയിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പതുക്കെ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഒരുപാട് നേരം ഇങ്ങനെ കുത്തിയിട്ട് ഇളക്കിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കേക്ക് നമുക്ക് ഹാർഡായിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ പതുക്കെ വേണം ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പോളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമൽ സിറപ്പ് ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മൈദയുടെ മിക്സ് കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു കാരമൽ സിറപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ ഈ ഒരു കേക്കിന് നല്ലൊരു കളറൊക്കെ കൊടുക്കും. പിന്നെ ആ ഒരു കാരമൽ സിറപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ വായിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കയ്പ്പൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേക്കിന് കയ്പ്പ് രസം ഒന്നും വരില്ല.
പിന്നെ ആ ഒരു കാരമൽ സിറപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു കേക്കിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്കിനും കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആ ഒരു കാരമൽ സിറപ്പ് റെഡിയാക്കിയിട്ട് എടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസും ചാനലൊക്കെ മുന്നോട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനും കൂടെ ഒന്ന് ശ്രമിക്കണേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മൈദയുടെ ആ ഒരു മിക്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ, ആ ഒരു സമയത്തും ഈ ഒരു ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിന് ഡേറ്റ്സിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ ഇതുപോലെ അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ക്യാരറ്റും ഡേറ്റ്സൊക്കെ ഇതിന് നടുവിലായിട്ടൊക്കെയാണ് വന്ന് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്യണത്. ഇനി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് നേരം മാത്രം മതിയിട്ട് ഒരുപാട് നേരം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റും ഡേറ്റ്സൊക്കെ ഏറ്റവും അടിയിലായിട്ട് പോകും. ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റീലിൻ്റെ ചൂട് കട്ടിയിട്ടുള്ളൊരു പാത്രമാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രം ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം വേണ്ടിയിട്ട് ഒരു ബാറ്റർ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 45 to 50 മിനിറ്റോളം നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഓരോ അടുപ്പിൻ്റെയും ചൂടിനൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കട്ടെ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് വരുന്നതിൻ്റെ ആ ഒരു ടൈമൊക്കെ. 45 മിനിറ്റിന് ശേഷം നമ്മുടെ ഒരു കേക്കൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നതിന് ശേഷം ഇത് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു കേക്ക് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ചൂടാറാനായിട്ട് നിൽക്കണ്ട. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കേക്ക് ടിന്നിൻ്റെ ചൂട് കാരണം ഈ ഒരു കേക്കിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ ഹാർഡായിട്ടൊക്കെ പോവും. ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വിടിവിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിയൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുള്ള നല്ലൊരു കേക്കാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാണ്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു കേക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഒരു കേക്ക് ഇനി കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട്. പ്ലം കേക്കൊക്കെ കഴിക്കില്ലേ, അതേ ടേസ്റ്റിലുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്